യേശുവിനെ നമ്മൾ വിളിക്കുന്ന പദം കർത്താവ്. കർത്താവ് എന്ന പദത്തിന്റെ അർത്ഥം സർവ അധികാരി. യേശു എന്റെ കർത്താവെന്ന് നിജു പറയുമ്പോ അതിന്റെ അർത്ഥം എന്റെ സർവത്തിനും അധികാരി യേശുവാണെന്ന്. യേശുവാണ് എന്റെ ആരോഗ്യത്തിന്റെ കർത്താവ്. യേശുവാണ് എന്റെ സമ്പത്തിന്റെ കർത്താവ്. യേശുവാണ് എന്റെ തലമുറയുടെ കർത്താവ്. യേശുവാണ് എന്റെ ജോലിയുടെ കർത്താവ്. യേശുവാണ് എന്റെ ഭാവിയുടെ കർത്താവ്. യേശുവാണ് എന്റെ കുടുംബത്തിന്റെ കർത്താവ്. കർത്താവെന്ന് നിങ്ങൾ പറയുമ്പോ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എന്റെ സർവത്തിന്റെയും അധികാരി. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞ യേശുവിനെ കർത്താവെന്ന്. കാരണം കൈസര് പറഞ്ഞു ഞാനാ കർത്താവെന്ന്, പക്ഷെ പൗലോസ് പറഞ്ഞു യേശുവാ കർത്താവ്. ഒരാളെ കർത്താവെന്ന് വിളിക്കണമെങ്കിൽ എന്താണ് യോഗ്യത? റോമാലേഖനം 14-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തത്. പൗലോസ് പറയും ഒരാൾ കർത്താവാകണമെങ്കിൽ മരിക്കണം, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കണം. ലോകത്ത് മരിച്ചിട്ട് മരണത്തെ ജയിച്ചെഴുന്നേറ്റ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഒരേ ഒരാള്. അദ്ദേഹത്തിന്റെ പേര് പറയാട്. മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കണം. അത് ചെയ്ത ഒരാളെ ഉള്ളൂ. ആ യേശുവാണ് നിജുവിന്റെ കർത്താവ്. നിജുവിന്റെ കർത്താവ് എന്ന് പറഞ്ഞ സർവ അധികാരി എന്ന് വെച്ചാൽ നിജുവിന്റെ സർവത്തിനെയും അധികാരി, നിജുവിന്റെ ഭാവിയുടെ കർത്താവ്, നിജുവിന്റെ കുടുംബത്തിന്റെ കർത്താവ്, നിജുവിന്റെ സമ്പത്തിന്റെ കർത്താവ്. ഇന്ന് പകൽ അവൻ നിന്റെ കർത്താവാണോ? ഒരിടത്തും ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല.